നമ്മളിതിന് മുമ്പ് ഭൂമിയിലെ താളങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ താളങ്ങൾ നിലനിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റൊരു വാസ്തവവും നിലനിൽക്കുന്നു. അതാണ് കാലം അല്ലെങ്കിൽ സമയം. എന്താണ് സമയം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാ പ്രവൃത്തികളും സമയത്തിൽ ക്രമീകരിച്ചതാണ്. നമ്മുടെ ഓരോ ചര്യകളും കാലത്തിനോടൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമയം നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് നിൽക്കുമ്പോഴും ഈ സമയം എന്താണ് എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടോ? ശാസ്ത്രത്തിൽ സമയം വലിയ ഒരു ഘടകമാണ്. പലതും എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ നമുക്കതിനെ പ്രവചിക്കാം എന്നുള്ളതെല്ലാം സമയത്തിൻ്റെ ഒരു നിരീക്ഷണത്തിലൂടെയാണ് നമ്മൾ തിട്ടപ്പെടുത്തുന്നത്. നമുക്ക് എല്ലാ ശാസ്ത്ര പരീക്ഷണങ്ങളിലും ഒരു ക്ലോക്കിൻ്റെ, ഒരു ഘടികയുടെ ആവശ്യമുണ്ട്. ഈ സമയം പ്രപഞ്ചത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്ന് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് കരുതുന്നു. എന്നാൽ ആ സമയം ഒടിച്ച് മടക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് ഐൻസ്റ്റീൻ വിലയിരുത്തുമ്പോൾ, ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എത്തുമ്പോൾ ഈ സമയത്തെ തന്നെ കുറിച്ച് പരസ്പര വിരുദ്ധമായിട്ടുള്ള ധാരണകൾ ഉണ്ടാകുന്നു. ഇന്ന് നമുക്ക് ഈ സമയം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. നമ്മളൊരു കടൽ തീരത്ത് ഇരുന്ന് കാറ്റുകൊണ്ട് ആസ്വദിക്കുമ്പോൾ അവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത്. സൂര്യന്റെ അസ്തമന രശ്മികളായിരിക്കാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. തിരമാലകളുടെ ഒരു ഇരമ്പല്, അതിൽ നിന്ന് ഒരു താളം നമ്മൾ അനുഭവപ്പെടുന്നു. ഈ താളം നമുക്കൊരാശ്വാസം നൽകുന്നു. മാറ്റമില്ലാതെ ആ അലയൊലികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിനങ്ങളും രാത്രികളുമായി കാണുന്നു, ഋതുഭേദങ്ങളായി കാണുന്നു. അതിലും വലുതായിട്ട് യൗവനം, പൂർണ്ണമായിട്ടുള്ള വളർച്ച, വാർദ്ധക്യം മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വലിയ ചലനങ്ങളായിട്ട്, വലിയ സൈക്കിൾസ് ആയിട്ട് നമ്മളിതിനെ കാണുന്നു. ഈ സമയത്തെ നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തും? ഒരു ടൈം പീസ് അതിന് ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ, പഴയ ടൈം പീസുകൾ, മെക്കാനിക്കൽ ടൈം പീസുകൾ അല്ലെങ്കിൽ ക്ലോക്കുകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ ശബ്ദത്തിന് ഒരു സ്ഥിരതയുണ്ട്. അതിലാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, സർ ഐസക് ന്യൂട്ടൺ മുന്നോട്ട് വെച്ച ചലന നിയമങ്ങൾ ഈ സമയത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഒഴുക്കിനെയാണ് അടയാളപ്പെടുത്തുന്നത്. ചലന നിയമങ്ങൾ നിലനിൽക്കുന്നത് സമയത്തിൻ്റെ മാറാത്ത ഒരു ഒഴുക്കിലാണ്. ഒരു നദി എങ്ങനെയാണോ ഒരു മാറ്റവും ഇല്ലാതെ ഒഴുകുന്നു എന്നതുപോലെ സമയം പ്രപഞ്ചത്തിലൂടെ മാറ്റമില്ലാതെ ഒഴുകുന്നു. ഇതിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ 300 വർഷമായിട്ട് വളരെയധികം സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു അറിവിൽ നിന്നാണ്, സമയത്തിന്റെ നിരന്തരമായിട്ടുള്ള മാറ്റമില്ലാത്ത ഒഴുക്കിൽ നിന്ന് നമുക്ക് സ്പേസ് എക്സ്പ്ലോറേഷൻ ചെയ്യാൻ സാധിക്കുന്നു. ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ പേടകങ്ങൾ വിക്ഷേപിക്കാൻ സാധിക്കുന്നത് ഈ ചലന നിയമങ്ങൾ നമ്മൾ പ്രായോഗികമാക്കിയത് കൊണ്ടാണ്. ചലന നിയമങ്ങൾ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കാലഘട്ടം വരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും അതിനുശേഷം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഐൻസ്റ്റീൻ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സമയത്തിന്റെ ധാരണയിൽ നമുക്ക് ഒരുപാട് മാറ്റം വരുന്നു. സമയം അങ്ങനെ മാറ്റമില്ലാതെ ഒഴുകുന്ന ഒരു വസ്തുതയല്ല. പിന്നീട് വന്നിട്ടുള്ള ശാസ്ത്രത്തില് സ്പേസ് ടൈം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. സ്പേസും ടൈമും ഒരുമിച്ച്, സ്ഥലവും കാലവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഘടകമായിട്ട്. അതിൻ്റെ പ്രത്യേകത സമയം മാറാവുന്നതാണ്. സമയത്തിൻ്റെ ചലനം സ്ഥിരമല്ല. അതിനെ നമുക്ക് വലിച്ചു നീട്ടാവുന്നതും ചുരുക്കാവുന്നതുമൊക്കെ ആവുന്ന ഒരു കാര്യമായിട്ട് മാറും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു വസ്തുതയായിട്ട് സമയം മാറും. ഗുരുത്വാകർഷണത്തിന്റെയും എത്ര വേഗത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നു എന്നുള്ളതും ആസ്പദമാക്കിയിട്ട് സമയം മാറിക്കൊണ്ടിരിക്കുന്നു. സമയത്തിന്റെ ക്രമം മാറുന്നു. നമ്മളിത് 1971 പരീക്ഷിച്ചു നോക്കിയതാണ്. നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്ന ഒരു ക്ലോക്കും സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ക്ലോക്കും വിമാനത്തിൽ വെച്ചിട്ടുള്ള ഒരു ക്ലോക്കും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, വിമാനത്തിൽ സ്പീഡിലൂടെ പോകുന്ന ഒരു ക്ലോക്ക്, ആ ക്ലോക്കിന്റെ വേഗത കുറയുന്നു. അതുപോലെ തന്നെ ഗുരുത്വാകർഷണം കൂടിയ സ്ഥലങ്ങളിൽ
പോയി കഴിഞ്ഞാൽ സമയത്തിന്റെ വേഗത കുറയും. ഇത് നമ്മൾ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു വ്യോമയാത്രികൻ ഗുരുത്വാകർഷണം കൂടിയ ഒരു ഗ്രഹത്തിലേക്ക് പോയി എന്ന് കരുതുക. അദ്ദേഹം അവിടെ പോയിട്ട് 1 വർഷം പിന്നിടുമ്പോൾ ഭൂമിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് 50 വർഷമായിട്ട് അനുഭവപ്പെടാം. അങ്ങനെയുള്ള ഒരു വ്യോമസഞ്ചാരി 1 വർഷത്തിന് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളെല്ലാം 50 വർഷം കടന്നിരിക്കുന്നു, അദ്ദേഹത്തിന് 1 വർഷം മാത്രം. ട്വിൻ പാരഡോക്സ് എന്നുള്ള ഒരു സംശയിലൂടെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം ട്രാവലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. സമയത്തിൽ നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചർച്ചയാവുന്നുണ്ട്. അവിടെ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്തിലേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അദ്ദേഹം എത്തുകയും ആ മുത്തച്ഛനെ അദ്ദേഹം വധിക്കുകയുമാണെങ്കിൽ അത് വലിയൊരു പാരഡോക്സ് ആണ്. മുത്തച്ഛൻ ഇല്ലെങ്കിൽ പിന്നെ ഇയാൾക്കും നിലനിൽപ്പില്ല. പിന്നെ ഇയാൾ എങ്ങനെ ഭാവിയിൽ എത്തപ്പെട്ടു, അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിലേക്ക് എങ്ങനെ തിരിച്ചു വരാൻ സാധിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ചയായിട്ടുണ്ട്. ഇന്നൊരു പഠനം അതിനൊരു ഉത്തരം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മാറ്റം എന്നുള്ളത്, സമയത്തിലുള്ള മാറ്റം എന്നുള്ളത് എൻട്രോപ്പി ആണെന്നും, അതായത് ക്രമക്കേടുകളുടെ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു സവിശേഷതയാണെന്നും, ഒരു സമയസഞ്ചാരി ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ എൻട്രോപ്പി പഴയ രീതിയിലേക്ക്, എൻട്രോപ്പി കുറഞ്ഞ ഒരു രീതിയിലേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ എല്ലാ മെമ്മറീസും അദ്ദേഹത്തിന്റെ എല്ലാ ഓർമ്മകളും മാഞ്ഞു പോകും എന്ന രീതിയിൽ ഒരു വിശദീകരണം നൽകാൻ ഒരു പഠനം ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ 3 തരത്തിലുള്ള രീതിയിൽ പഠനങ്ങൾ ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട്. ഒന്ന്, ക്ലാസിക്കൽ മെക്കാനിക്സിന്റെയും റിലേറ്റിവിറ്റി തിയറിയുടെയും ഒക്കെ തലത്തിൽ നിന്നുകൊണ്ട് പ്രാപഞ്ചികമായിട്ട് സമയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ള തരത്തിലുള്ള പഠനങ്ങൾ. 2, ക്വാണ്ടം മെക്കാനിക്സിലൂടെ നമ്മൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള പഠനങ്ങൾ. 3, ഒരു ന്യൂറോ സയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്താധാരണയുടെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെ സമയത്തെ കാണുന്നു എന്നുള്ള പഠനങ്ങൾ. ഇത്തരത്തില് ധാരാളം പഠനങ്ങൾ 2024 പുറത്തു വന്നിട്ടുണ്ട്. കോസ്മോളജിക്കലായിട്ട് അല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ട് നടത്തുന്ന ചില പഠനങ്ങളിൽ പറയുന്നത് ഫിസിക്കൽ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സ്ഥിരാങ്കങ്ങൾ അത് മാറാതെ നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ സ്ഥിരാങ്കങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ സ്ഥിരാങ്കങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ്. അനുനിമിഷം നമ്മുടെ ഭൗതികമായിട്ടുള്ള ലോസും ഭൗതിക നിയമങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ഭൗതികമായിട്ടുള്ള സ്ഥിരാങ്കങ്ങളും ഭൗതിക നിയമങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് സമയത്തെ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ സമയം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതയാണ് എന്ന് വിലയിരുത്തുന്ന പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ്. പ്രപഞ്ച വികാസം ഉണ്ടാകുന്നത് ഡാർക്ക് എനർജി, ഇരുണ്ട ഊർജം എന്നുള്ള ഒരു ചലന ശക്തിയുടെ പ്രഭാവത്തിലാണ് എന്ന് നമ്മൾ ബിഗ് ബാങ് മോഡലിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഡാർക്ക് എനർജി എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാർക്ക് എനർജിയെ കുറിച്ചുള്ള നിഗൂഢതകൾ നിലനിൽക്കുന്നു. ഇതോടൊപ്പം മറ്റൊരു നിഗൂഢതയും നിലനിൽക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ ആദ്യകാലത്തെ ഡേറ്റകൾ വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്കൊരു തോത് കിട്ടുന്നു. ഇന്ന് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ചില സവിശേഷതകളെ വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ വേറൊരു സംഖ്യ കിട്ടും. പ്രപഞ്ച വികാസത്തിന്റെ തോത് എന്താണ് എന്നുള്ളതിൽ 2 ഉത്തരങ്ങൾ അതിനെ നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇത് നമ്മുടെ ഒബ്സർവേഷന്റെ, നമ്മുടെ എക്സ്പെരിമെന്റ്സിന്റെ ഒരു കൃത്യത കുറവാണ് എന്ന് കരുതി നമ്മൾ നമ്മുടെ എക്സ്പെരിമെന്റ്സിനെ എല്ലാം ഭദ്രമാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ എക്സ്പെരിമെന്റ്സ് ഇന്ന് നടത്തി പ്രപഞ്ച വികാസത്തിന്റെ തോത് കണക്കാക്കാൻ സാധിക്കുമെങ്കിലും ഈ വ്യത്യാസം നിലനിൽക്കുന്നു. പ്രപഞ്ച വികാസം അത് 2 തോതുകൾ നമുക്ക് നൽകുന്നു. ഇതിനെ പരിഹരിക്കാൻ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു സാധ്യത ഒരു പ്രബന്ധം 2024 അവതരിപ്പിക്കുകയുണ്ടായി. ഈ പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തില് പ്രപഞ്ചം എന്നുള്ളത് 4 ദിക്കിലും ഒരേപോലെ നിലനിൽക്കുന്ന ഒരു വസ്തുവല്ല. ഇതിന്റെ ഡെൻസിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ട്. ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ മാസ് ഉണ്ട്, ഗാലക്സികള്, സ്റ്റാർസ് തുടങ്ങിയ കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ കൂടി നിൽക്കുകയും
ചില സ്ഥലങ്ങളിൽ മാസ് ഇല്ലാത്ത വോയിഡ്സ്, ശൂന്യത നിലനിൽക്കുന്നതായിട്ടും ആണ് നമ്മൾ പ്രപഞ്ചത്തെ കണക്കാക്കേണ്ടത്. എന്നാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് കോസ്മോളജിയിൽ ഒരു ഹോമോജിനസ് പ്രപഞ്ചത്തെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ ദിക്കിലും ഒരേപോലെ മാറ്റർ, വസ്തുക്കള് വിതരണം ചെയ്തിട്ടുള്ള ഒരു പ്രപഞ്ചം. അങ്ങനെയല്ല, ഇതൊരു ലംപി, ചിലയിടത്ത് സാന്ദ്രത കൂടിയതും ചിലയിടത്ത് കുറഞ്ഞതുമായിട്ടുള്ള ഒരു ലംപി യൂണിവേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ സമയവും അതിനനുസൃതമായിട്ട് വ്യത്യസ്തമായിട്ട് പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ സൗരയൂഥം നിലനിൽക്കുന്ന ക്ഷീരപഥം, മിൽക്കി വേ നിലനിൽക്കുന്നത് ഒരു വലിയ സാന്ദ്രത കുറഞ്ഞ ഒരു പ്രദേശത്താണ്. ഏതാണ്ട് 200 കോടി ലൈറ്റ് ഇയേഴ്സ് വ്യാപ്തിയുള്ള ഒരു വോയിഡാണ്, ഒരു ശൂന്യതയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിനെ KBC വോയിഡ് എന്ന് പറയും. ഇത്തരത്തിലുള്ള വോയിഡുകൾ അല്ലെങ്കിൽ സാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങൾ പ്രപഞ്ചത്തില് എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. സാന്ദ്രത കൂടിയ പ്രദേശത്ത്, ഡെൻസിറ്റി കൂടിയ പ്രദേശവും ഡെൻസിറ്റി കുറഞ്ഞ പ്രദേശങ്ങളിലും തമ്മിൽ സമയത്തിന്റെ വ്യത്യാസമുണ്ട്. നമ്മൾ ഏത് കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുന്നു അതനുസരിച്ച് സമയം നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നാം. അതാണ് നമ്മൾ പ്രപഞ്ച വികാസത്തിന്റെ ആക്സിലറേഷന്റെ തോത്, അത് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് എന്ന് ഈ നിരീക്ഷണം പറയുന്നു. അതല്ലാതെ ഒരു ഡാർക്ക് എനർജി അല്ല ഈ വികാസത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വികാസമുണ്ട്, പക്ഷെ വികാസത്തിന്റെ ആക്സിലറേഷൻ, അതിന്റെ ആക്കം അനുനിമിഷം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇരുണ്ട ഊർജമല്ല എന്ന് ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയാണെങ്കിൽ സമയം സ്ഥിരമായിട്ടുള്ള ഒന്നല്ല, അത് പ്രപഞ്ചത്തിൽ പല സ്ഥലങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ സവിശേഷമായിട്ടുള്ള മറ്റൊരു കാര്യം, സമയം എന്നുള്ളത് ഏതോ ഒരു രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം. നമുക്കിനി ക്വാണ്ടം മെക്കാനിക്സിന്റെ ചില പഠനങ്ങളിലേക്ക് പോകാം. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പരിമിതിയായിട്ട് കരുതിയിട്ടുള്ളത്, ക്വാണ്ടം മെക്കാനിക്സിനുള്ളിൽ സമയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അതിനെ അടയാളപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ക്വാണ്ടം മെക്കാനിക്സിന്റെ എല്ലാ പരീക്ഷണത്തിലും ക്വാണ്ടം തലത്തിന് പുറത്തുള്ള ഒരു ക്ലോക്കിനെയാണ് ആശ്രയിക്കുന്നത്. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഒരു സമയയന്ത്രമാണ് ക്വാണ്ടം പരീക്ഷണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു ന്യൂനതയായിട്ട് കരുതുന്നുണ്ട്. അതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിന്റെ വേവ് മെക്കാനിക്സ്, അത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്നും പറയും. അതില് നമുക്ക് സമയത്തെ എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പഠനം ഈ അടുത്ത കാലത്ത് വന്നത്, ക്വാണ്ടം മെക്കാനിക്സിൽ പല പ്രതിഭാസങ്ങളുമുണ്ട്. സൂപ്പർ പൊസിഷൻ, ഒരേ സമയത്ത് ഒരു വസ്തു പല സ്ഥലങ്ങളിലും നിലനിൽക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷമായിട്ടുള്ള ക്വാണ്ടം പ്രതിഭാസം എന്നുള്ളത് എൻറ്റാങ്കിൾമെന്റ്, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധപ്പെടൽ. ഈ ബന്ധപ്പെടൽ എത്ര പ്രകാശ വർഷം മാറ്റി നിർത്തിയാലും ഈ വസ്തുക്കൾ തമ്മിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട്, നൈമിഷികമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ഇത് നമുക്ക് ഒരുപാട് സാധ്യത നൽകുന്ന ഒരു ക്വാണ്ടം ഫിനോമിനയാണ്, ക്വാണ്ടം പ്രതിഭാസമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമയം എന്നുള്ളത് ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിന്റെ ഒരു ഉൽപ്പന്നമാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിൽ നിന്നാണ് സമയം വരുന്നതെങ്കിൽ അത് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നും, അങ്ങനെ സമയത്തെ നമുക്ക് ക്വാണ്ടം തിയറിക്കുള്ളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു. ഈ പഠനത്തിന്റെ മറ്റൊരു സവിശേഷത, ക്വാണ്ടം പ്രതിഭാസത്തിന് ഉള്ളിൽ മാത്രമല്ല, ഈ എൻറ്റാങ്കിൾമെന്റ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള നമ്മുടെ ഡയമെൻഷനിൽ നിൽക്കുന്ന വസ്തുക്കൾ തമ്മിലും ഉണ്ടാകുമെന്നും അവിടെയും സമയത്തെ നമുക്ക് ഈ എൻറ്റാങ്കിൾമെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പഠനം മുന്നോട്ട് വയ്ക്കുന്നത്. ക്വാണ്ടം ഫീൽഡില് നടന്ന മറ്റൊരു പഠനം ചൂണ്ടിക്കാണുന്നത് സമയത്തിന് പുറകോട്ട് സഞ്ചരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. സാധാരണ നമ്മൾ സമയത്തിന്റെ ഒരു സൂചിക അത് മുന്നോട്ടായിട്ടാണ് എപ്പോഴും നമ്മൾ കാണാൻ നമുക്ക് കഴിയുന്നത്. ആരോ ഓഫ് ടൈം അതെപ്പോഴും ഭാവിയിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്നു. അത് പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഒരു പരീക്ഷണം കാട്ടിത്തരുന്നത് സമയത്തിന് പുറകോട്ട് സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാര്യകാരണ ബന്ധങ്ങളിൽ ഒരു കാര്യമുണ്ടായിട്ട് വേണം അതിന്റെ കാരണം ഉണ്ടാകേണ്ടത്. അപ്പൊ ഇത് തമ്മിൽ കോസ് ആൻഡ് എഫക്റ്റ്, ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിനെയാണ് നമ്മൾ സമയമായിട്ട് കാണുന്നത്. ആദ്യം കോസ് ഉണ്ടാകണം,
കാര്യമുണ്ടാകണം, പിന്നീട് റിസൾട്ട് ഉണ്ടാകണം, എഫക്റ്റ് ഉണ്ടാകണം. ഒരു സിസ്റ്റത്തിലൂടെ ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലൈറ്റ് കടത്തിവിടുന്നു, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിഫ്രാക്ഷൻ നമുക്ക് അനുഭവപ്പെടുന്നു. ക്വാണ്ടം തലത്തിൽ ലൈറ്റ് കടത്തിവിടുന്നതിന് മുമ്പേ അതിന്റെ ഡിഫ്രാക്ഷൻ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. അതായത് കോസിന് മുമ്പേ റിസൾട്ട് ഉണ്ടാകുന്നു. ഇത് കാട്ടിത്തരുന്നത് സമയം പുറകോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളത്. ഐൻസ്റ്റീന്റെ സമയത്തെ നമുക്ക് വലിച്ചു നീട്ടാനും ചുരുക്കാനും സാധിക്കും എന്ന് പറയുന്നതിനോടൊപ്പം നമ്മൾ അതിന്റെ ഒരു പുതിയ ഡയമെൻഷനും നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. സമയത്തിന് പുറകോട്ട് സഞ്ചരിക്കാനും സാധിക്കും. ന്യൂറോളജിക്കൽ മാനസിക പ്രതിഭാസങ്ങളുടെ തലത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഫിലോസഫിക്കലായിട്ടുള്ള ഡിബേറ്റ്സും നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ചില വീഡിയോസിൽ നമ്മൾ സമയത്തെ എങ്ങനെ ധരിക്കുന്നു, എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു നാഗരിക ഒരു പരിസ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് വളരെ ചലനമുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു അർബൺ എൻവയോൺമെന്റിൽ നമ്മൾ നിന്ന് സമയത്തെ നോക്കുമ്പോൾ സമയം പെട്ടെന്ന് ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതേ വ്യക്തി ഒരു പാർക്കിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് പോവുക, അവിടെ ഒരുപാട് സസ്യങ്ങളും മരങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. ആ നഗരത്തിന്റെ ശബ്ദങ്ങളോ അതിന്റെ കാഴ്ചകളോ ഇല്ലാത്ത ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ നമുക്ക് സമയം മെല്ലെ പോകുന്നതായിട്ടും നമുക്ക് ധരിക്കാൻ സാധിക്കുന്നു. ഇത് ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. സമയത്തെ നമ്മൾ പല രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം. നമ്മൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സമയം നിലയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കളിക്കുമ്പോൾ, ശ്രദ്ധയോടെ കളിയിൽ മുഴുകിയിരിക്കുമ്പോൾ, ഒരു കഥ കേൾക്കുമ്പോൾ എല്ലാം സമയം പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സമയം നിലയ്ക്കുന്നു. അങ്ങനെ ഐൻസ്റ്റീന്റെ സമയത്തിന്റെ വലിച്ചു നീട്ടാനും ചുരുക്കാനും പറ്റുന്ന കാര്യമാണ്. അത് ഭൗതികമാണെങ്കിൽ മാനസികമായിട്ടും അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യകാരണങ്ങളെ മനസ്സിലാക്കാൻ നമ്മുടെ മാനസിക പ്രക്രിയകൾക്കും സമയത്തിന്റെ ഒരാവശ്യമുണ്ട്. അലൻ വാട്ട് എന്നുള്ള തത്വചിന്തകൻ പറയുന്നത്, ഒരു വ്യക്തി ഒരു വേലിക്ക് പിന്നിലായിട്ടിരിക്കുക ആണ് എന്ന് ധരിക്കുക. ആ വ്യക്തി ആ വേലിയിലെ ചില വിടവുകളിലൂടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ വ്യക്തി അവിടെ ഇരിക്കുമ്പോൾ ഒരു പൂച്ച ആ വേലിക്ക് പിറകിലൂടെ നടക്കുകയാണ്. ആ പൂച്ച നടക്കുമ്പോൾ പൂച്ചയുടെ തല ഈ വ്യക്തിക്ക് ആദ്യം പ്രത്യക്ഷമാകുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് വാല് കാണുന്നു. പൂച്ച തിരിച്ചു നടക്കുന്നു. ആദ്യം തല കാണുന്നു, പിന്നെ വാല് കാണുന്നു. ഈ വ്യക്തി ധരിക്കുന്നത് തല വാലിനെ നിർമ്മിക്കുന്നു, തലയാണ് വാലിന് കാരണമാകുന്നത് എന്ന്. ഒരു ഇടുങ്ങിയ പ്രിസെപ്ഷനിലൂടെ, ഒരു ഇടുങ്ങിയ സാഹചര്യത്തിലൂടെ നമ്മൾ പ്രപഞ്ചത്തെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഭ്രാന്തിയാണ് ഈ കാര്യകാരണ ബന്ധങ്ങൾ എന്ന് അലൻ വാട്ട് പറയുന്നു. നമ്മൾക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഷോർട്ട് കട്ടാണ് സമയം എന്ന് ഇതില് സൂചനയുണ്ട്. അങ്ങനെ നമ്മള് പ്രാപഞ്ചികമായിട്ടുള്ള ലോസിൽ നിന്ന്, ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് നമ്മൾ മാനസിക തലങ്ങളിലേക്ക് എത്തുമ്പോൾ സമയം ദൃഢമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുതയിൽ നിന്ന് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, മാറ്റപ്പെടാവുന്ന വസ്തുതയിലേക്ക് മാറി അവസാനം അതൊരു ഭ്രമമാണ്, ഒരു മിഥ്യയാണ് എന്നുള്ള വസ്തുതയിൽ വന്നു നിൽക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? തീർച്ചയായിട്ടും ഇതിലെല്ലാം നമുക്ക് പാഠങ്ങളുണ്ട്. ദൃഢമായ സമയവും മാറ്റാവുന്ന സമയവും ഭ്രമമായിട്ട് മാറുന്ന സമയത്തിലും ചില കാര്യങ്ങളുണ്ട്. അതിനെ സ്വാംശീകരിച്ച് ഒരു ഏകീകൃതമായിട്ടുള്ള പ്രപഞ്ച വീക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആവശ്യം. സമയം തള്ളിക്കളയാവുന്നതോ അതിനെ ഏതെങ്കിലും ഒരു രീതിയിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതോ ആയിട്ടുള്ള കാര്യമല്ല. സമയത്തിന്റെ സ്വഭാവം എന്നുള്ളത് നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല. അത് പലപ്പോഴും ഭ്രമത്തിനടിപ്പെട്ട ഒരു കാഴ്ചപ്പാടായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് വലിച്ചു നീട്ടാവുന്നതും ചുരുക്കാവുന്നതും പിറകോട്ട് സഞ്ചരിക്കാവുന്നതും പലപ്പോഴും മിഥ്യയാവുന്നതുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് നമ്മുടെ പ്രപഞ്ച വീക്ഷണത്തിൽ സ്വാംശീകരിക്കേണ്ടതുണ്ട്. പുതിയ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളതാണല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയും വെറും ഭൗതികമായിട്ടുള്ള
ശാസ്ത്രബോധത്തിൽ നിന്ന് ബോധത്തെ കൂടി ഉൾക്കൊള്ളുന്ന പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ സമയം ഇത്തരത്തില് ഡൈനാമിക് ആയിട്ട് നിൽക്കുന്ന ഒരു വസ്തുതയായിട്ട് മാറുന്നു. ചലിക്കുന്ന, തുടിക്കുന്ന ഒരു വസ്തുതയായിട്ട് മാറുന്നു. ഈ സമയത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ മറ്റു കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് സഹായിക്കും. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് ശാസ്ത്രത്തിലെ പുതിയ വികാസങ്ങളെ ഓരോന്നും നമുക്ക് സമീപിക്കാൻ ശ്രമിക്കാം.